ഹലോ, നിനക്ക് ഒരു ഇതേ രീതിയിൽ എന്നെ ഇതേ രീതിയിൽ നീ എന്നെ പെടുത്തിയ എന്റെ മനസ്സിൽ ഇത്രത്തോളം കിടന്ന് എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം കിടന്നു അനുഭവിച്ചിട്ടില്ല. അതേ കണക്ക് ഞാൻ ഭ്രാന്തൻ നടക്കി ഈ ഒരു മുറി നടക്കുമ്പോൾ ആ രീതി ഞാൻ ഭ്രാന്തൻ നടക്കും. ഒരു സെക്കൻഡ് പോലും ഇന്ന് 500 പ്രാവശ്യം എന്ന് വിളിക്കുന്നറിയോ, 500 പ്രാവശ്യം ഓരോ മിനിറ്റ് ഇടവിട്ട് ഓൺ ചെയ്യുമ്പോൾ നോക്കി വിളിക്കുന്നറിയോ. ഈ എന്നെ ഇത്രത്തോളം പെടുത്തിയിട്ട് നീ അവിടെ സന്തോഷത്തെ ജീവിക്കാൻ നിനക്ക് സന്തോഷം കിട്ടുമെന്നോ വിചാരിക്കുന്നുണ്ടോ മോളെ? എങ്ങനെ എന്തിന്റെ പേരില്ല? നിനക്ക് കഴിയാത്ത എന്തെങ്കിലും കാര്യത്തിന്റെ പേരിലാണോ? നിനക്ക് കഴിയാത്ത എന്തെങ്കിലും കാര്യത്തിന്റെ പേരിലാണോ? എനിക്ക് മനസ്സിലാക്കുന്നില്ല പാപ്പ. ഇപ്പം എനിക്ക് പറ്റുന്നില്ല. ഇത്രയൊക്കെ സംഭവങ്ങളുണ്ടായി ഈ കാലൊക്കെ പോട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് പറ്റുന്നില്ല പാപ്പ. പാപ്പ ഇത് എന്നെ മനസ്സിലാക്കാതെ പാപ്പ പറയുന്നതിനകത്ത് പാപ്പ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്കെങ്കിലും തയ്യാറാണ് പാപ്പ. അത് മൊത്തം അതുപോലെ ഈ സംഭാഷണം റെക്കോർഡ് വഴി അവൻ കേട്ട് കഴിഞ്ഞാൽ അവ എന്ത് വിശ്വസിക്കും? ഞാൻ ഇപ്പോഴും ഇത് പറയാനും പറ്റില്ല, പറയാനില്ല. കഷ്ടമാണ് പറയുന്നത്. നിർത്തിയതുകൊണ്ടാണ് ഞാൻ പാപ്പ ഒന്നും സംസാരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ പാപ്പ, ഇത് സംസാരിക്കാൻ ചോദിക്കും ചെയ്യും. ഞാൻ പറഞ്ഞോട്ടെ. അവൻ കേട്ട് കഴിഞ്ഞാലേ അവൻ ഇപ്പോഴും ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഇനി ഇത് വെളിപ്പെടുത്താം എന്നും പറഞ്ഞ് നമ്മളെ കുടുംബം വീട്ടിൽ വന്നിട്ട് വെളിപ്പെടുത്തിയോ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എന്നെ മാത്രമേ ബാധിക്കത്തുള്ളൂ. നീ ബഹുമാനിക്കുന്ന അവരുടെയൊക്കെ മുമ്പിൽ വലിയ വേണ്ടുണ്ടാവും. പരിഹരിക്കാവുന്ന കാര്യമോ? നിനക്ക് ഈസിയായിട്ട് പരിഹരിക്കാവുന്ന കാര്യമോ? പറയാത്തും ചെയ്യാത്തോടുള്ള കാര്യങ്ങളല്ല. നീ പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ പുതുമയായിട്ട് ഒന്നും ഇപ്പൊ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഞാൻ പാപ്പയ്ക്ക് അറിയാതെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഞാൻ പറ്റത്തില്ല. ശേഷമാണല്ലോ അതിനുശേഷമാണ് നീ മുഹീദിച്ചത് തങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞല്ലേ ഈ കാര്യങ്ങളെല്ലാം നീ സമ്മതിച്ചത്. അത് സമ്മതിപ്പിച്ചില്ലേ പാപ്പ? എന്നെ മൂർധന്യാവസ്ഥയിലാക്കി പാപ്പ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് പാപ്പ. എന്നിട്ട് പിന്നെ അത് പറയുന്നത് എന്തർത്ഥം? അപ്പോൾ ഒരാള് സത്യം ചെയ്തില്ലേ അവർക്ക് സത്യച്ചല്ലേ പാപ്പ? നീ അങ്ങനെ പറഞ്ഞപ്പോഴേ സമ്മതിച്ചപ്പോഴേ ആ സത്യം ചെയ്യാൻ പറഞ്ഞു. സമ്മതിച്ച് എന്തുകൊണ്ടാ പാപ്പാടെ സമ്മർദ്ദം സമ്മതിച്ചിട്ടില്ല ഉള്ളു പാപ്പ. അന്ന് ഈ സംഭവം ഉണ്ടായതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ പാപ്പടുത്ത് പറയുന്നത് പാപ്പ ഇനി എനിക്ക് പറ്റത്തില്ല പാപ്പ, ഇനി എനിക്ക് പറ്റത്തില്ല. എനിക്ക് നിന്നെ എന്റെ ഇത്രയും നാള് ഞാൻ നിന്നെ സ്നേഹിച്ചു പറഞ്ഞു, ഭയങ്കരമായിട്ട് നിന്നെ സ്നേഹിച്ചു. ആ സ്നേഹം പെട്ടെന്ന് എനിക്ക് വിട്ട് എനിക്ക് എന്റെ മനസ്സിന് അറന്നു പോകുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ട് പോകുന്നില്ല. പാപ്പ ഞാനത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാനിതിനടുത്ത് കാരണം എനിക്ക് പാപ്പായ വേണം, എനിക്ക് എന്റെ പാപ്പായിട്ട് വേണം, പാപ്പായിട്ട് വേണം എന്നും പറഞ്ഞിട്ട് ഞാൻ നിനക്ക് എങ്ങനെ പറ്റുമോ? നീ എന്നെ വാപ്പായിട്ട് കണ്ടിട്ടുണ്ടോ എന്നെങ്കിലും? നിനക്ക് എന്തുവാണ് തിരിച്ചറിയുന്നതിന് മുമ്പോട്ട് ഇപ്പം വരെ ഈ അതിനുശേഷം പിന്നെ നിനക്ക് എങ്ങനെ പറയാൻ പറ്റും ആ വാക്ക്? പാപ്പ അങ്ങനെ പാപ്പ പറയാൻ പറ്റും? ഞാൻ തിരിച്ചറിയുന്നതിന് മുമ്പോട്ട് ഇപ്പതാ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഉച്ച വരെ നീ എന്നോട് ഇതേ രീതി ബന്ധപ്പെട്ട് ജീവിച്ച നിനക്ക് എന്നെ പാപ്പാന്ന് പറഞ്ഞിട്ട് നീ എങ്ങനെ എനിക്ക് മനസ്സിലാവാ? അപ്പൊ ഞാനൊരു ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഞാനത് ആപ്പായോട് വെച്ച് സത്യം ചെയ്ത് കൊടുത്ത് ഞാനും സത്യം ചെയ്ത് കൊടുത്ത് ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കിടന്നായിട്ടടിച്ചിരിക്കുന്നത് അന്നോട്ട്. എത്ര ആയിരം സത്യം നീ എന്നോട് ചെയ്ത് പാപ്പ ശരിയാ അല്ലെന്ന് പറഞ്ഞ. പക്ഷെ പാപ്പ പറഞ്ഞല്ലേ എന്റെ അടുത്ത് നീ ഔഷധത്തോട് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ആഗ്രഹമുണ്ട്. ഒരു ശകലം അങ്ങനെ പാപ്പ പറഞ്ഞതിന് അർത്ഥം ഉണ്ടെങ്കിൽ പാപ്പ ഇനിയെങ്കിലും എന്നെ ജീവിക്കാൻ പറ്റത്തില്ലേ പാപ്പ സ്വസ്ഥമായിട്ട്? അതുള്ളതുകൊണ്ട് ഇത് രണ്ട് എനിക്ക് മനസ്സമാനമുണ്ട്, സന്തോഷം നിനക്കും ഉണ്ടാവും, നമുക്ക് സന്തോഷമായിട്ട് ഐശ്വര്യം ജീവിക്കാം. അതുള്ളതുകൊണ്ടാ അതെങ്ങനെ ജീവിക്കണം എന്നുള്ളതുകൊണ്ടാ നിങ്ങൾ അങ്ങനെ ജീവിക്കണം ആഗ്രഹമുള്ളതുകൊണ്ട്. അതിന് പാപ്പ പറയുന്നത് പോകുമ്പോഴേ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അംഗീകരിക്കാൻ പറ്റത്തില്ല. നീ അംഗീകരിക്കണ്ട. വേറെ എന്തോ തലപോണെന്തോ നിനക്ക് സുഖമില്ലേ? നിനക്ക് ഭർത്താവിനെ കിട്ടി, നിനക്ക് സുഖമുണ്ട്, നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാം, ജീവിച്ചൂടെ? പിന്നെന്തുവാ? പിന്നെ വാപ്പാടെ അറിയാം. അത് നീ എന്തിനാ നോക്കുന്നേ? അയാൾ മരിച്ച് പിന്നെ നീ അയാളെ കൊല്ലാ പോലെ ചെയ്യാതെ ഞാൻ കറക്റ്റായിട്ട് പറയാ. നീ ഈ പറയുന്ന ആള് മരിച്ച് മതിയാ എനിക്കിപ്പോ ചെയ്യുന്നത് ഫോൺ ചെയ്ത് പാപ്പ വിളിക്കാതെ ഇരുവല്ലോ പാപ്പ വിളിച്ചാ ചോദിച്ചേ.